അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അഹ്ലൻ യാ തുല്ലാബ്, സബാഹൽ ഖൈർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഹിവാർ പഠിച്ചു അല്ലേ? ആരൊക്കെ തമ്മിലുള്ള ഹിവാറായിരുന്നു? ഖുഫാഷും ബബ്വാവും തമ്മിലുള്ള ഹിവാർ. ഒരു വൈകുന്നേര സമയത്ത് ബബ്വാ ആരെ കണ്ടുമുട്ടി? ഖുഫാഷിനെ കണ്ടുമുട്ടി. അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ഖുഫാഷ് എന്ത് പറയും ബബ്വായിനോട്? ഹയ്യാക്കല്ലാ സൗത്തുക ജസാബുൻ, അല്ലേ, നിന്റെ ശബ്ദം എത്ര മനോഹരമാണ്. അപ്പം നമ്മുടെ ബബ്വാ എന്താ പറയുക? നാം മിസ്ല രീഷി, ശരിയാണ്. അപ്പോൾ ഖുഫാഷ് എന്ത് പറയും? തൊബാൻ. അപ്പം ബബ്വാവ് പറയും ഉള്ളുറിലാ മിൻകാരി, അല്ലേ, നീ എൻ്റെ കൊക്കിലേക്കൊന്ന് നോക്കിയേ. അപ്പോൾ ഖുഫാഷ് എന്താ പറയുക? മുംതാസ്, നല്ല ഭംഗിയുണ്ടല്ലോ സുഖസ്വദീഖി, കൂട്ടുകാരാ, അത് കാണാൻ എന്താണ് നല്ല ഭംഗിയുണ്ട്. ബബ്വാ എന്താ പറയുക? ബബ്വാ ചോദിക്കും എന്തെന്ന്? അൻതലാദർഫൗറസ്ക ഫലിമ, എന്താ നീ എപ്പോഴും നിന്റെ തല ഇങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുന്നത്? നിന്റെ തല എന്താണ് എപ്പോഴും താഴോട്ടാണല്ലോ, എന്തുകൊണ്ടാണെന്ന് ചോദിക്കും. അപ്പം നമ്മുടെ ഖുഫാഷ് എന്ത് മറുപടി പറയും? അത് ശരിയാണ്, ഞാൻ ഇപ്രകാരമാണ് വിശ്രമിക്കാറുള്ളത്. ബബ്വാ നമ്മുടെ ഖുഫാഷിനെ കളിയാക്കൂലേ? കളിയാക്കും. നിനക്കത് എന്താണ് ഭാരം തോന്നുന്നില്ലേ തല ഇങ്ങനെ താഴ്ത്തിയിട്ടിരിക്കുമ്പോൾ? അപ്പം നമ്മുടെ ഖുഫാഷ് എന്ത് മറുപടി പറയുക? ലാ, ഇല്ല, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ സ്തുതി, അലാ കുല്ലിഹാൽ, ഞാൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ബാക്കി കഥ മാം പറഞ്ഞു തരാം കേട്ടോ. ഇനി നെക്സ്റ്റ് പേജ് നോക്കിയേ എൻ്റെ മക്കള്. എന്താ അതിൽ നിങ്ങൾ കാണുന്നത്? ബബ്വായിനെ, അല്ലേ, നല്ല ഭംഗിയായിട്ട് വരച്ച ബബ്വായിനെ കാണാം. എന്നിട്ട് എന്താ അതിൽ ചെയ്തിരിക്കുന്നത്? അതിൻ്റെ ഓരോ ഭാഗങ്ങൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ? എന്താ നമ്മൾ കണ്ണിന് പറയുക? ഐനുൻ. എന്താ പറയുക? ഐനുൻ. ഇനി അടുത്തതായിട്ട് കൊക്കിനെന്താ പറയുക നമ്മൾ? മിൻകാർ. എന്താ പറയുക? മിൻകാർ, ബീക്ക്. ഇനി അടുത്തത് അതിൻ്റെ ചിറകിനെന്താ പറയുക നമ്മൾ? അതിൻ്റെ ജനാഹ്. എന്താ പറയുക? ജനാഹ്. നെക്സ്റ്റ് അതിൻ്റെ തൂവൽ, ഫെദർ, തൂവലിന് എന്ത് പറയും? രീഷുൻ. എന്താ പറയുക? രീഷുൻ. നെക്സ്റ്റ് അതിൻ്റെ കാല്, അതിനെന്താ പറയുക നമ്മൾ? റിജിലുൻ. റിജിലുൻ, ലെഗ്. ഇനി അതിൻ്റെ നീളമുള്ള വാല് കണ്ടോ നിങ്ങൾ? നല്ല നീളമുള്ള വാല്, അതിനെന്താ പറയുക അറബിയിൽ? ദൈലുൻ. എന്താ പറയുക? ദൈലുൻ. ദൈലുൻ എന്ന് പറഞ്ഞാൽ ടൈൽ. ഇത്രയും ഭാഗം എൻ്റെ മക്കൾക്ക് മനസ്സിലായില്ലേ? ഒന്ന് പറഞ്ഞേ. ഐനുൻ, ഐ, മിൻകാർ, ബീക്ക്, ജനാഹ്, വിങ്, രീഷുൻ, ഫെദർ, റിജിലുൻ, ലെഗ്, ദൈലുൻ, ടൈൽ. ഓക്കെ. അതിന് താഴെയായിട്ട് നുക്കമ്മിൽ. നുക്കമ്മിൽ എന്ന് പറഞ്ഞാൽ ഫില്ല് ചെയ്യാൻ. ഈ ബേഡിൻ്റെ ഓരോ ഭാഗങ്ങൾ, അല്ലേ, ഐനുൻ, മിൻകാർ, രീഷ്, ജനാഹ്, റിജില്, ദൈല്, അത് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ എഴുതണം. ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ലീ, എനിക്കുണ്ട് എന്ത്? ഐനുൻ, ഐനുണ്ട്, കണ്ണുണ്ട് അല്ലേ. ഇനി അതുപോലെ പിന്നെ എന്താണുള്ളത്? കൊക്കുണ്ട്. അപ്പോൾ അവിടെ എന്തെഴുതുക? ലീ മിൻകാർ. ഇനി അടുത്തത് ചിറകുണ്ട് എന്ന് എങ്ങനെ എഴുതുക? ലീ ജനാഹുൻ. ഇനി വാലുണ്ട് എന്ന് എങ്ങനെ എഴുതുക? ലീ ദൈലുൻ. ഇനി കാലുണ്ട് എന്നോ? ലീ റിജിലുൻ. ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ ഫില്ല് ചെയ്യണം. ഇനി നെക്സ്റ്റ് പേജ് നമ്പർ 66. നതഖയ്യലു വനക്തുബു. കാലൽ ബബ്വാ. ബബ്വാ എന്താ പറഞ്ഞത് എന്നാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. എന്തൊക്കെയാണ് ബബ്വാ പറഞ്ഞത്? എൻ്റെ ശബ്ദം ആകർഷിക്കുന്നുണ്ട് അല്ലേ, എൻ്റെ തൂവല് കാണാൻ നല്ല ഭംഗിയുണ്ട്, പിന്നെ എൻ്റെ കൊക്കിൻ്റെ കളർ എന്താണ്? അഹ്മർ, റെഡ് കളറാണ്, നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളതവിടെ എഴുതണം. എങ്ങനെ എഴുതുക? ഫസ്റ്റ് കാലൽ ബബ്വാ ഉ അന. എന്തെഴുതണം? അന, ഞാൻ ആരാണ്? ബബ്വാ, ബബ്വാ ആണെന്ന് എഴുതുക. ഇനി അടുത്തത് സൗത്തി, എൻ്റെ ശബ്ദം, ജദാബുൻ, അട്രാക്റ്റീവ്, നല്ല ആകർഷിക്കുന്നതാണ്. ഇനി അടുത്ത ലൈനിൽ തൂവൽ നല്ല ഭംഗിയുണ്ടെന്ന് എഴുതാം നമുക്ക് കേട്ടോ. തൂവലിന് എന്താ പറയുക? രീഷുൻ. എൻ്റെ തൂവൽ എന്നുള്ളതിന് എന്താ പറയുക? രീഷി, എൻ്റെ തൂവൽ, ജമീലുൻ, നല്ല ഭംഗിയുള്ളതാണ്. ഇനി കൊക്കിനെന്താ പറയുക അറബിയിൽ? ബീക്കിന്?
മിൻകാർ. അപ്പോൾ എൻ്റെ കൊക്ക് എന്നെങ്ങനെ പറയാ? മിൻകാരി. എൻ്റെ കൊക്ക് അഹ്മർ. എന്ത് കളറാണ്? റെഡ് കളറാണ്. ഇനി വാലിന്, ഇനി ബബുആയിൻ്റെ വാൽ എന്താണ് പ്രത്യേകത? നല്ല നീളമുള്ള വാലാണ്, നീളമുണ്ട് അല്ലേ? അപ്പം നമുക്കവിടെ ഇതാ എൻ്റെ വാല് നല്ല നീളമുള്ളതാണ്. വാലിന് ദെയിലുന്ന് പറയും അല്ലേ? ദെയിലി, എൻ്റെ വാല് തൊവീലുൻ, നീളമുള്ളതാണ്. എഴുതാം. ലാസ്റ്റ് അന അജ്മലു, ഞാൻ എന്താണ്? അജ്മൽ അല്ലേ? നല്ല ഭംഗിയുള്ളവനാണ്. അന അജ്മൽ. ഇനി അതിന് താഴെയായിട്ട് നുൻഷിദു, നമുക്ക് പാടാമെന്നാണ് പറയണത്. കുല്ലുന ജസാബുൻ, അതിൽ 4 പക്ഷികളെ കാണാം അല്ലേ? ബബുആ ഉണ്ട്, പിന്നെ ഹുഫാഷ് ഉണ്ട്, പിന്നെ എന്താ ഉള്ളത്? ഉസ്ഫൂർ, കുരുവിയുണ്ട്, പിന്നെ താവൂസ്, പീക്കോക്ക് ഉണ്ട്. അപ്പോൾ എന്താണ്? ഇവരുടെയൊക്കെ ശബ്ദം എന്താണ്? അട്രാക്റ്റീവിലെ, ഓരോന്നിനും അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. അപ്പോൾ ഫസ്റ്റ് കുല്ലുന ജസാബുൻ, എല്ലാം എന്താണ്? ആകർഷിക്കുന്നവയാണ്. അൽ ഹുഫാഷു ജസാബുൻ, ഹുഫാഷ് എന്ന് പറഞ്ഞാൽ വവ്വാല്, ഹുഫാഷ് ജസാബാണ്. അൽ ബബുആഉ, ബബുആഉ എന്താണ്? ജസാബുൻ, അട്രാക്റ്റീവാണ് അല്ലേ? അൽ ഉസ്ഫൂറു, കുരുവി എന്താണ്? ജസാബുൻ, അട്രാക്റ്റീവാണ്. അതിൻ്റെ ശബ്ദം കേട്ടാലും നമ്മൾ നോക്കൂലേ? ആണ്. താവൂസു, താവൂസ് എന്താണ്? ജസാബുൻ, അട്രാക്റ്റീവാണ് അല്ലേ? അതിൻ്റെ കരച്ചിൽ നമുക്കതിനെ കാണാൻ നല്ല ഇഷ്ടമാണ് അല്ലേ? താവൂസിനെ. അപ്പം അതുപോലെ ഓരോന്നിനും എന്താണ്? അതിൻ്റേതായ സൗന്ദര്യമുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.